ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിതാ കുളിക്കാൻ പോവുകയാണേ, പുഴയ്ക്ക് പോവുകയാണേ. അപ്പം പുഴയിൽ പോകുന്ന വഴി ഇതാണ്. ഇതൊന്നും അല്ലാട്ടോ ദൂരം, എന്താ ഈ അറ്റത്തുനിന്നാണ് വന്ന ലാസ്റ്റ് നല്ല ദൂരമുണ്ടേ. അമ്മയുണ്ട്, അമ്മ അതാ ഫ്രണ്ടിൽ നടക്കും. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൽ രണ്ടാൾ പോയിട്ടുണ്ട്. അമ്മ വീട്ടിൽ കുളിക്കണതാണോ സുഖം, പുഴയിൽ കുളിക്കണതാണോ സുഖം? പുഴയിൽ കുളിക്കുന്നതാണ് സുഖം. പക്ഷെ വെള്ളമില്ല, അപ്പം എന്ത് ചെയ്യുക? പുഴയിൽ പോയിട്ട് കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, അവിടെ പോയി കുളിക്കുകയാണ്. വെള്ളം വന്നില്ലെങ്കിൽ പിന്നെ വീട്ടിൽ തിരുമ്പാനും കുളിക്കാനൊക്കെ കഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് പുഴയിൽ പോകാമെന്ന് വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അതാണ്. അപ്പം നിങ്ങളുടെ അവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ കാണുന്നു കണ്ടോ, അതാണ് നമ്മുടെ ചായക്കടയാണത്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ബസ് സ്റ്റോപ്പ്. ബസ്സൊന്നും കാണാനില്ല, അല്ലെങ്കിൽ വരുന്നതാണ് കേട്ടോ ബസ്സൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് മാത്രമല്ല സ്റ്റോപ്പ്, ഞങ്ങൾക്ക് അയിലൂർ എന്ന് പറഞ്ഞിട്ട് അയിലൂർ സ്റ്റോപ്പുണ്ട്. ഇത് ഞങ്ങൾ പാലം, തെയ്യയുടെ പാലം, അടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ പോകുന്ന പാലമാണ് കേട്ടോ. ഇതാണ് ചായക്കട. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു ചായക്കടയുള്ളൂ. പിന്നെ അവിടെ ഒരു ചായക്കടയുണ്ട്, കുഞ്ഞ് ചായക്കട. പക്ഷെ അവിടേക്ക് ആരും അങ്ങനെ പോകാത്തതുകൊണ്ട് ഈ ചായക്കടയ്ക്കാണ് എല്ലാവരും വരാറ്. എന്താണ് ചായക്കട, എന്താ കടി? ഇതാണ് അപ്പോൾ നമ്മുടെ അത്ത, നമ്മുടെ ചായക്കടയിലെ അത്ത. ഇത് ഉമ്മ. ഇതിന്റെ ചായയും പൊറാട്ടയും ഇവിടെ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ദിവസവും പൊറോട്ടയൊക്കെ അപ്പം ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ തുടങ്ങണുള്ളൂ. ഇതെന്താ? അതിനുള്ള കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. ഈ വഴിക്ക് വരുന്നവര് കഴിക്കാൻ വരും. ഇതാണ് അത്ത. അപ്പൊ ഇവിടെ പൊറോട്ടയൊക്കെ എത്ര രൂപ കൊടുക്കണേ? ചായയോ അപ്പൊ എല്ലാം ഇവിടെ 10 രൂപയ്ക്കാണ് കേട്ടോ. എല്ലാവിടെയും 15 രൂപയൊക്കെയാണ്. പക്ഷെ ഇവിടെ 10 രൂപയുള്ളൂ ഏതെടുത്താലും. ഇവിടുത്തെ പരിപ്പ് വട നല്ല ടേസ്റ്റാണ്. പക്ഷെ സൂപ്പർ ടേസ്റ്റാണ് ഇവിടുത്തെ പരിപ്പ് വട. അപ്പൊ ആരെങ്കിലൊക്കെ ഈ വഴിക്ക് വരികയാണെങ്കിൽ ഈ ചായ കടയിൽ കയറി ഒരു ചായയും പൊറോട്ടയൊക്കെ കഴിക്കണേ. വട നന്നായിരിക്കും.